ഗൈസ് അപ്പോൾ ഞാൻ അച്ഛനായിരിക്കുകയാണ് കേട്ടോ. കൈയൊക്കെ വായി വെച്ചും കൊണ്ടാ ഉറങ്ങുന്നത്. മോനെ യേശു പ്രസവിച്ചു കുഞ്ഞിനെ ആദ്യമായിട്ട് എടുത്തു ഞാന്. കുഞ്ഞിനെ തന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ ഏറ്റവും വളരെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ എടുക്കും, എന്നാലും കുഞ്ഞുങ്ങളെല്ലാം വളർന്നു കഴിയുമ്പോൾ അവരങ്ങ് കളിക്കാനൊക്കെ അങ്ങ് പോകും. സ്വപ്നം കണ്ടിരിക്കുമായിരുന്നു. ഇന്നേതായാലും അത് സാധിച്ചു. കുഞ്ഞിനെ കൈ വാങ്ങിച്ചു. അച്ഛനായേ വളരെ 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 സന്തോഷം. അച്ഛനായേ ഞങ്ങൾക്ക് ഏതായാലും എടുത്തോണ്ട് നടക്കാൻ ഒരു കുഞ്ഞായി. രേഷുവിനാണെങ്കിൽ നല്ല പെയിൻ ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറെ വന്ന് കണ്ടപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു നാളെ രാവിലത്തേക്കിന് കാണുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാനൊരു അപ്പൂപ്പനാകാൻ പോവാണ്. എല്ലാവരും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. യേശുവാണെങ്കിൽ ഡോക്ടറെ കാണാൻ പോയിട്ട് ഇതിനായിട്ടും വന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളമായിട്ടുണ്ട്. എന്താ അറിയത്തില്ല, നല്ല ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവൾക്ക് രേഷുവിന് നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല പെയിനുണ്ട്. അവൾക്കാണെങ്കിൽ സംസാരിക്കാനൊന്നും വയ്യ. അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് കാലുവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അച്ചാച്ചനെ ഇങ്ങനെ തിരുമ്മി കൊടുത്തോണ്ടിരിക്കുവാണ്. അമ്മേ ഗൈസ്, അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇനിയും ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മ മണ്ടയ്ക്കുണ്ട്. ഞാനിനിയും താഴെ പോയിട്ട് ഇനിയും ഇരിക്കാം കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ അച്ഛനോട് ഇല്ല അച്ഛാ, ഇവിടെ കറണ്ടൊന്നും ഇല്ല കേട്ടോ, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആശുപത്രിയിലോട്ട് പോവുകയാണ്. 5 മണിയാകുമ്പോഴത്തേന് ഡെലിവറി കാണുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നതിന് മുമ്പ് എന്റെ രേഷുവിനെ ലേബർ റൂമിലോട്ട് കയറ്റിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ വാവയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിപ്പായിരുന്നു കേട്ടോ. മോനാണോ മോളാണോ എന്നൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമാവ് കരയുന്ന ഒരു ശബ്ദം കേട്ടു കേട്ടോ. അപ്പൊ അമ്മയച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞാണ് കരയുന്നതെന്നൊക്കെ. എനിക്കതൊക്കെ കേട്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു. പിന്നെ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഒറ്റ നിപ്പായിരുന്നു കേട്ടോ. അകത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു രേഷു പ്രസവിച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഗൈസപ്പോൾ ഞാൻ അച്ഛനായിരിക്കുകയാണ് കേട്ടോ. ഗൈസപ്പോൾ രേഷുവിൻ്റെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. ആൺകുഞ്ഞാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ തൊട്ടേ വന്നിട്ട് ഭയങ്കര ടെൻഷനടിയും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷൻ അടിച്ച് ഞാൻ രാവിലെ തൊട്ടേ ഭയങ്കര ടെൻഷനടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ പറയണമെന്ന് അറിയില്ല, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രേഷുവും കുഞ്ഞുമൊക്കെ ഓക്കെയാണ്. നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. യേശു പ്രസവിച്ചു കുഞ്ഞിനെ ആദ്യമായിട്ട് എടുത്തു ഞാൻ. കുഞ്ഞിനെ തന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ ഏറ്റവും വളരെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ എടുക്കും, എന്നാലും കുഞ്ഞുങ്ങളെല്ലാം വളർന്നു കഴിയുമ്പോൾ അവരങ്ങ് കളിക്കാനൊക്കെ അങ്ങ് പോകും. ഏതായാലും ഇപ്പോൾ ഒരു കുഞ്ഞിനെ കെട്ടി വളരെ വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. വളരെ നാൾ കൊണ്ട് കാത്തിരിക്കുമായിരുന്നു. ജയിച്ച അവിടെ സുഖമായിട്ടിരിക്കുന്നു. ആഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു ആൺകുഞ്ഞിനെയാ. പെൺകുഞ്ഞിനെയാ ഞങ്ങൾ ആഗ്രഹിച്ചത്, അച്ഛനും ഞാനും. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ആൺകുഞ്ഞിനെയാ. ആ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുക. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വീട്ടിൽ ഒരു കൊച്ചു പൊടിക്കുഞ്ഞ് വരുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. സ്വപ്നം കണ്ടിരിക്കുമായിരുന്നു. ഇന്നേതായാലും അത് സാധിച്ചു. കുഞ്ഞിനെ കൈ വാങ്ങിച്ച് ഭയങ്കര സന്തോഷത്തോടെ നിങ്ങൾ വാങ്ങിച്ചു. എല്ലാവരും രേശുവിനും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കണം. രേശുവിനെ ഇറക്കിയില്ല, ലേബർ റൂമിൽ കിടത്തിയേക്കുവാ. ഇന്ന് ഇറക്കുമെന്ന് അറിയത്തില്ല. കുഞ്ഞിനെ എല്ലാവരെയും കാണിക്കാനൊക്കെ തന്നു വിടുന്നുണ്ട്. പിന്നെ ഇനി നാളെ വിടത്തുള്ളായിരിക്കും. ഭയങ്കര മഴയൊക്കെയാ. ഇനി നാളെ വിടത്തുള്ളായിരിക്കും കുഞ്ഞിനെ ഞങ്ങൾ കിടക്കുന്ന റൂമിലോട്ട്. മുത്തശ്ശി നിൽക്കുന്നത്, മുത്തശ്ശി. ആ അമ്മ മുത്തശ്ശി അമ്മ അമ്മൂമ്മയായി. അമ്മൂമ്മ. അച്ചാച്ചൻ അപ്പൂപ്പനുമായി. ഞാനോ? അയ്യോ അച്ഛനായി. എല്ലാരോടും പറ അച്ഛനായി. പള്ളിയിലച്ഛനായിട്ടുണ്ട്. അയ്യോ അച്ഛനായേ വളരെ 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 സന്തോഷം. അച്ഛനായേ ഞങ്ങൾക്ക് ഏതായാലും എടുത്തോണ്ട് നടക്കാൻ ഒരു കുഞ്ഞായി. ഇനി വിശ്രമമൊന്നുമില്ല, ഇനി എടുത്തോണ്ട് നടക്കുമല്ലേ? ഞാൻ എവിടെല്ലാം കുഞ്ഞുങ്ങളെ എടുക്കാനോ ചെല്ലും. ഇപ്പൊ ഒരു കുഞ്ഞായി. ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്റെ മോൻ ഒരു അച്ഛനായി. ഇനി അവനാ കാര്യക്കാരൻ. ഞങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയായി.
ഒരു കൊച്ചച്ഛനും ഉണ്ട്. കൊച്ചച്ഛന്റെ കാര്യം പറയാൻ പറ്റിയില്ല. കൊച്ചച്ഛന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആൺകുഞ്ഞ് വേണമെന്ന്. എപ്പോഴും പറയാം എന്റെ കൂടെ കൊണ്ടു നടക്കാൻ എനിക്കൊരു ആൺകുഞ്ഞ് വേണമെന്ന്. ഞാൻ അന്നേരം പറയാം പോടാ പെൺകുഞ്ഞാണ്. അയ്യോ വന്നപ്പോഴല്ലയോ ആൺകുഞ്ഞായെന്ന്. അവന് ഭയങ്കര സന്തോഷം കൊച്ചച്ഛന് കൂടെ കൊണ്ടു നടക്കാനും എല്ലാം. ഞാൻ അപ്പൂപ്പനായിരിക്കുകയാണ്. യേശുവിൻ്റെ പ്രസവം രാവിലെ ഒരു 7-7:30 നടന്നു. കുഞ്ഞും തള്ളി സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞ് ആൺകുഞ്ഞ്. എല്ലാവർക്കും വളരെ സന്തോഷം. നിങ്ങളുടെ വിഷമഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. ഇല്ല വലിയ ടെൻഷനിലായിരുന്നു ഇന്നലെ രാത്രി മുഴുവനും വെളുപ്പിനെയും. എനിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഞങ്ങളൊരു പെൺകുട്ടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതായത് ദൈവം നല്ലത് വരുത്തി ഈ വളരെ സന്തോഷം. ഹാപ്പി ആയിട്ടിരിക്കുന്നു. വളരെ സന്തോഷം. ഞങ്ങളൊരു പെൺകുഞ്ഞിനെയാണ് ആഗ്രഹിച്ചത്. ദൈവം എന്തുവാന്നേലും നല്ലതായിട്ട് തന്നു. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നല്ലത് തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. കട്ട താടി ഇങ്ങോട്ട് കൊടുക്കണം. ഉറങ്ങുവാ. മുമ്പേ പ്രശ്നമായിരുന്നു മുമ്പേ. ഗൈസപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞുവാവ. ഞാൻ പപ്പയായിരിക്കുകയാണ്, അച്ഛനായിരിക്കുകയാണ്, പിതാജി ആയിരിക്കുകയാണ്, മാതാശ്രീ പിതാർജി. ഉപ്പാപ്പി സുബിനൊക്കെ ഇന്നലെ വരെ പറഞ്ഞ പെങ്കൊച്ചായിരുന്നാ പറഞ്ഞത്. കുഴപ്പമില്ല. എന്താടാ പണ്ടത്തെ അപ്പച്ചമാരല്ലോടാ. ഗൈസപ്പോൾ ഞാനങ്ങനെ അച്ഛനായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് വയ്യാതായി, പിന്നെ രേഷുവിനകത്തിരിക്കും ആകെ പ്രശ്നമായി, മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് ആകെ ചത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ നമ്മുടെ കുഞ്ഞിനെ കയ്യിലോട്ട് കൊണ്ട് നടന്നപ്പോഴത്തേന് കിട്ടിയ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ അറിയത്തില്ല. ഇത്ര നാൾ ഞങ്ങൾ കാത്തിരുന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഗൈസ് അപ്പോൾ കുഞ്ഞിൻ്റെ മാമൻ അങ്ങ് ഹൈദരാബാദിൽ നിന്ന് വരുന്നുണ്ട്. മാമനെ വിളിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. മാമനെ ഇതിലായിട്ടും കണ്ടില്ല കേട്ടോ. തമിഴ്നാട്ട് ബോർഡർ പോട്ടെ. ചെറുക്കൻ്റെ കുഞ്ഞിന്റെ മുഖം കണ്ട് അപ്പുറത്ത് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടിക്കകത്തൊക്കെ എന്തോ ഇരിക്കുന്നത് മാങ്ങ. കേട്ടു വെക്കല്ലോ. മലയാളി മാമന് വണക്കം. മലയാളി മാമന് വണക്കം. മലയാളി മാമന് വണക്കം. മലയാളി മാമന് വണക്കം. എന്താണ് പറയാനുള്ളത്? చెప్పండి. ఫస్ట్ బాబుని చూస్తా, తర్వాత మాట్లాడతా. ఓకే, బాబుని చూస్తా, తర్వాత మాట్లాడతా. സത്യമായിട്ട് മാമനൊക്കെ കാണാമെന്നാണ്. അതെ. കൈയൊക്കെ വായി വെച്ചും കൊണ്ടാ ഉറങ്ങുന്നത്. മോനെ ഗൈസ് അപ്പോൾ എൻ്റെ മാമൻ കണ്ടോ? മാമനെ കാണിച്ചോ? സഡനായിട്ടായി ഡേറ്റ് ഇപ്പഴാണ് ഓർത്തില്ല. എന്താ എപ്പോഴാ പറഞ്ഞ 16-ാം തീയതി അല്ലേ? സഡനായിട്ടായി. പിന്നെ ഓടി അങ്ങ് വന്ന് കല്യാണം വന്നേ. ഞങ്ങള് പെട്ടെന്നായിരുന്നു ഞങ്ങള് വന്ന് വിളിച്ചോണ്ട് വന്നത്. തിരക്കായി പോയി. ഞാൻ ഇതുവരെയായിട്ടും രേഷുവിനെ കണ്ടില്ല കേട്ടോ. രാവിലെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ രേഷുവിനെ ലേബർ റൂമിലോട്ട് മാറ്റിയായിരുന്നു. ഇതുവരെ ഞാൻ കണ്ടില്ല. കുഞ്ഞുവാവെ മാത്രമേ കണ്ടുള്ളൂ.